ഇടുക്കി അടിമാലിയിൽ ക്യാൻസർ രോഗിയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി പണം അപഹരിച്ചു. അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശി കളരിക്കൽ ഉഷ സന്തോഷിനെയാണ് കെട്ടിയിട്ട് ചികിത്സയ്ക്ക് കരുതിയിരുന്ന പണം അപഹരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് മനസാക്ഷി ഞെട്ടിച്ച സംഭവം. ക്യാൻസർ ബാധിതയായി ഏറെ നാളായി ചികിത്സയിലായിരുന്ന ഉഷ കഴിഞ്ഞ ദിവസം കീമോതെറാപ്പി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്ത് മോഷണം നടന്നു. കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ഇവരുടെ വായിൽ തുണി തിരികെയാണ് പേഴ്സിലുണ്ടായിരുന്ന 16,500 രൂപ കവർന്നത്. അയൽവാസികൾ ഇവരെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിലിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടിമാലി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വർഷങ്ങളായി ചികിത്സയിൽ തുടരുന്ന ഉഷ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നയാളാണ്. അടിമാലിയിലെ സുമനസുകൾ ചേർന്നാണ് ഇവരുടെ ചികിത്സയ്ക്കാവശ്യമായ പണം പിരിച്ചു നൽകിയത്. ഈ തുകയുൾപ്പെടെയാണ് മോഷ്ടാവ് കവർന്നത്. കെട്ടിയിട്ടിട്ട് കയ്യെ രണ്ടേലും ചവിട്ടി പിടിച്ചിട്ട് പറഞ്ഞു 6 ലക്ഷം രൂപ പിരിവ് കിട്ടിയതല്ലേ, പൈസ വാങ്ങിയെടുത്ത് താട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും വന്നിട്ട് എൻ്റെ ഈ തലയിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കട്ടയിലോട് എടുത്തിട്ട് പറഞ്ഞു കഴുത്തിന് ഞരമ്പ് ഞാൻ കണ്ടിക്കും, പൈസ ഉണ്ട്, ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയി, പൈസ എനിക്ക് വേണം, പൈസ ഇല്ലാതെ പോവില്ല, ഒന്നെങ്കിൽ നിന്നെ കൊല്ലുമില്ല, പൈസ തരാൻ പറഞ്ഞു. നേരത്തെയും മോഷ്ടാക്കളുടെ ശല്യമുള്ള മേഖലയാണ് വിവേകാനന്ദ നഗർ. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഉഷയുടെ ഭർത്താവും മകളും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് മോഷണം. വീട്ടുകാരുടെ നീക്കങ്ങൾ അടുത്തറിയാവുന്ന ആളാവും മോഷണത്തിന് പിറകിലെന്ന് പോലീസ് സംശയിക്കുന്നു. 24 തൊടുപുഴ.